പെട്ടെന്ന് നാട്ടിലെത്തിയ പോലത്തെ ഒരവസ്ഥ. ഈ ചെടിയില്ലേ, ഈ ചെടിയെല്ലാം ഞാനിപ്പം നാട്ടിൽ നിന്ന് വിട്ടപ്പോൾ ഇപ്പം കാണുന്നതാണേ. ഇതിനൊരു പൂവുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വേറിട്ട കാഴ്ചകൾ കൂടി കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ചാലുകൾ എന്ന് പറയുന്നത്. നമ്മൾ ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും ഒക്കെ കണ്ടിട്ടില്ലേ, ഇതാണ് മുംബൈയിലെ ചാലുകൾ. അതായത് നമ്മുടെ ട്രെയിനിൻ്റെ ബോഗിയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച പോലെ ഒറ്റ ലൈനിൽ കുറേ വീടുകളുണ്ടാവും കേട്ടോ. പിന്നെ ഇതാ കുറേ ബംഗ്ലാവ്സൊക്കെ ഉണ്ട്. അതായത് നമ്മൾ പണ്ട് വീടുകളുടെ ടൈപ്പൊക്കെ പഠിച്ചിട്ടില്ലേ, അപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇങ്ങനെ ഹൗസ്, ബംഗ്ലാ അങ്ങനെയൊക്കെ. അതുപോലെയാണ് കേട്ടോ. അവിടെ ചാലുകൾ കണ്ടു, പിന്നെ ബംഗ്ലാവ്സ് കണ്ടു. പിന്നെ ഇവിടെ നല്ലൊരു എന്താ പറയുക, ഇത് ഏകദേശം ഒരു നമ്മളെ നാട്ടിലത്തെ പോലത്തെ ഒരു വീട്. അതാണ് കേട്ടോ ഇവിടുത്തെ ബംഗ്ലാവ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ ഒരുപാട് ദൂരത്തോളം ഇന്നലെ പോയിട്ടുണ്ടായിരുന്നേ. ശരിക്കും ഒരു നാട്ടിൻ പ്രദേശമാണ്. ഇവിടെ ഇപ്പോൾ ട്രെയിനിൻ്റെ ട്രാക്കിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പുതിയൊരു ട്രാക്ക് വരുന്നുണ്ട് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ പണിയിലൊക്കെയാണ്. പിന്നെ ആ നാട്ടിൽ തന്നെ ഒരു ഉൾഗ്രാമം പോലെയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു മണിയൊക്കെ ഉണ്ട്. ഇത് മുട്ടിയിട്ടാണ്, ഈ സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ടാണ് കേട്ടോ ആ അമ്പലത്തിലേക്ക് എത്തേണ്ടത്. ഒരു ഗാവ്ദേവി മന്ദിറാണ് മുകളിലുള്ളത്. അപ്പോൾ വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ആംബിയൻസാണ്. ശരിക്കും നമ്മളൊരു നാട്ടിൽ പോയ പ്രതീതി ഈ ഒരു സ്ഥലത്തു നിന്ന് കിട്ടുമേ. കുറച്ച് കാട്, അതുപോലെ തന്നെ സാധാരണ മനുഷ്യർ താമസിക്കുന്ന ഇങ്ങനെ ചാലുകളും പിന്നെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഈ ഒരു മുംബൈയിൽ നിന്ന് നമ്മളൊക്കെ താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് വിട്ടിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ ശരിക്കും ഈ പക്ഷികളുടെയൊക്കെ നല്ലൊരു സൗണ്ടും നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു അന്തരീക്ഷമില്ലേ, അതാണ് കേട്ടോ ഇവിടുന്ന് ഫീൽ ചെയ്യുന്നത്. അതിന് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതാ ദൂരെ നല്ല ബിൽഡിങ്ങുകൾ കാണാം. അതുപോലെ തന്നെ ചാലുകൾ കുറേ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഇതൊക്കെ കാണുമ്പോഴാണ് കേട്ടോ അമ്മക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയത്. മത്തൻ്റെ ഇലയൊക്കെ ഉണ്ട് അവിടെ. ആ വീട്ടുകാർ നട്ടതാന്ന് തോന്നേ മത്തൻ്റെ ഇല. ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. കയറി ഫുള്ള് കാടന്നെ. മഴ പോയിട്ടാകുമ്പോൾ അമ്പലം ഇവിടെ ഫുൾ ടൈം ആളാന്ന് തോന്നുന്നു അമ്പലത്തിൽ. ഫുൾ ടൈം ആളും തന്നെ. മറ്റേ പാർക്കിംഗ് നല്ലതാണ്. നല്ല ശാന്ത സുന്ദരമായ സ്ഥലം. എന്ത് തണുപ്പല്ലേ ഇവിടെ. നല്ല മഴ. വെയിൽ വരുമ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റാത്ത ചൂട് വന്നു. ഗൗദേവി മംഗൾ കാര്യാലയം ഓപ്പൺ. കാണിച്ചിട്ട് പറഞ്ഞതാ ഞാൻ. നെല്ലിമരം, 2 നെല്ലിമരവും. ആ ശരി തന്നെ, കണിക്കൊന്ന ഇവിടെ ഉണ്ടായിരുന്നല്ലേ കൊന്നമരം. കൊന്നപ്പോൾ പറിക്കാൻ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു വിഷുവിന്. കൊന്നമരം ഉണ്ട്, നെല്ലിമരം ഉണ്ട് ചെറുത് 2. 1 2 3 4. നെല്ലിക്ക പിടിക്കുന്ന സമയമല്ലല്ലോ ഇപ്പോൾ. പശു മേയുന്നുണ്ട്. വരുന്ന ഇതാണ് കേട്ടോ നമ്മളെ നാടും നഗരവും ഒരുമിക്കുന്ന ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പുറത്തെ സൈഡിൽ ഫുള്ള് വലിയ വലിയ ബിൽഡിങ്ങുകളും ഒരു സിറ്റി പോലത്തെ സ്ഥലങ്ങളാണ്. അതിൻ്റെ ഞാനിപ്പോൾ നിൽക്കുന്ന സൈഡ് വരച്ചിട്ടുണ്ടെങ്കിൽ തനി ഗ്രാമം പോലുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു കുറച്ച് സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്.
ഇവിടെയൊക്കെ ഇപ്പം ഫുള്ള് ഡെവലപ്മെൻറ്റ് വരാൻ വേണ്ടി പോവുകയാണ്. ഫുള്ള് റെയിൽവേ ട്രാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും കുറച്ച് നാൾ നമുക്ക് എന്താ പറയുക നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറേ ഒരു തനി ഗ്രാമത്തിലെ കുറേ സമ്പത്തുകളില്ലേ, അതൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ നിന്ന് അവിടെ കുറേ എക്സസൈസ് ചെയ്യേണ്ട എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വന്ന സ്ഥിതിക്ക് അമ്മ അതിലൊക്കെ കയറി ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഞാനും കൂടി കൂടാന്ന് പറഞ്ഞിട്ട് ഞാനും 1-2 കയറിയിട്ട് അമ്മക്കൊരു കമ്പനി കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് ഇത്. ഇതുപോലുള്ളൊരു ഗ്രാമപ്രദേശത്തൊക്കെ ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ ഇവിടെ. അതായത് ഇവിടെ ഞാനിപ്പോൾ ഒരു അമ്പലം കാണിച്ചില്ലേ, അതിൻ്റെ ഒരു കോമ്പൗണ്ടിൽ വരുന്നതാണ്. ഒരു കോർണറിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും അതുപോലെ തന്നെ ഇതുപോലെ എക്സസൈസ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ പൈസ കൊടുത്ത് ജിമ്മിലൊക്കെ പോകാൻ പൈസ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ വന്നിട്ട് ഇതുപോലെ എക്സസൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി ആർക്കായാലും ഒന്ന് ജോഗിങ്ങിനൊക്കെ വന്നിട്ട് ജോഗിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ എക്സസൈസൊക്കെ ചെയ്തിട്ട് ഹെൽത്തൊക്കെ നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഞാനും ഒട്ടും തോറ്റു തരില്ല എന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ കൂടെ ഞാനും കൂടിയിട്ടുണ്ട്. ഇതൊക്കെയല്ലേ ഒരു രസം എന്ന് പറയുന്നതല്ലേ. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഫ്ലാറ്റിലൊക്കെ ഇങ്ങനെ അടങ്ങിയിരുന്ന് കുറേ എന്തൊക്കെയോ സിനിമയോ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ കണ്ടിട്ട് സമയമൊക്കെ ഇങ്ങനെ നമ്മൾ കളയുന്നതിനെക്കാട്ടും ഇതുപോലെ ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളും കിട്ടും, കുറേ കാഴ്ചകളും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ലൈഫും മറ്റുള്ളവരുടെ ലൈഫും എന്തൊക്കെയാണ് വ്യത്യസ്തമായ ജീവിതങ്ങൾ നമുക്ക് പഠിക്കാനും പറ്റും, പ്രകൃതിയെ അറിയാൻ പറ്റും. പിന്നെ ഇതുപോലെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യുമേ. അപ്പോൾ വൈകുന്നേരത്തെ ആ ഒരു വെയിലിൽ നമുക്കൊരു വൈറ്റമിൻ ഡിയും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു യാത്രേനെ കൊണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന കാഴ്ചകളാണ് ഏറ്റവും വലിയ, ഞാൻ ഇന്നലെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ, അതാണ് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് തനി എന്താ പറയുക ഒരു നാട്ടിലത്തെ കുറേ കാര്യങ്ങൾ അതിലോട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണേ. ഇത് ഈ ഒരു പൂ കണ്ടില്ലേ, ഇത് നമ്മുടെ നാട്ടിൽ നാവ് നീട്ടി പൂ എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നുണ്ടായത്. ഓണത്തിൻ്റെ സമയത്തൊക്കെ പൂ പറിക്കാൻ നമ്മളിത് പറിക്കാൻ പോകാറുണ്ടായിരുന്നു കേട്ടോ പണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതാ ഇവിടുന്ന് കുറച്ച് നേരം എക്സസൈസൊക്കെ ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് ആ ഒരു പച്ചപ്പും ഹരിതാവും കുറേ കാഴ്ചകളുണ്ട് അവിടെ, അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരണം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണണേ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ കാണാം. എവിടത്തേക്കാ പോന്ന്? അങ്ങനെ നടന്നില്ലേ ശരിക്കും പെട്ടെന്ന് നാട്ടിലെത്തിയ പോലത്തെ ഒരവസ്ഥ. ഈ ചെടിയെല്ലാം ഞാനിപ്പം നാട്ടിൽ നിന്ന് വിട്ടപ്പോഴെന്താ ഇപ്പം കാണുന്നതാണേ. ഇതിനൊരു പൂവുണ്ട്, ഇതുണ്ടോ? ഇതിൻ്റെ പൂവിൻ്റെ മുട്ട എടുത്തിട്ട് പണ്ട് മൂക്കൂത്തിയൊക്കെ ഉണ്ടായി. പിന്നെ ഇതാ നാറിക്കാട്, നമ്മളെ നാട്ടിലത്തെ കാടും ഈ ഒരു കാടും ഇതെല്ലാം നാട്ടിൽ നിന്ന് കണ്ടതാണ് കേട്ടോ. ശരിക്കും നാട്ടിലെത്തിയ പോലെ തോന്നുന്നു. അമ്മയാണെങ്കിൽ നാട്ടിലെത്തിയ പോലെ വിചാരിച്ചിട്ട് ഓടുന്നുണ്ട്. എവിടെ ഇല്ലത് അങ്ങ് താഴെത്തി. അപ്പം ഇതേട്ടാ ശരിക്ക് കാട്ടിൻ്റെ എല്ലാം മണ്ണടിക്കുമ്പോൾ ശരിക്കും നമ്മ ഒരു നാട്ടിൽ പോയ പോലെ. ഈ പുല്ലിൻ്റെയും കാടിൻ്റെയും ഈ നാർക്കാട് കമ്മ്യൂണിസ്റ്റ് ആട് ഇതിൻ്റെ എല്ലാം മണ്ണടിക്കുമ്പോൾ ശരിക്ക് പണ്ട് സ്കൂളിട്ടാലും വരും പുല്ലേ വേണം. അമ്മേനെ കാണിച്ച അങ്ങ് താഴെ എത്തിയിട്ട് അതിലേ കൂടെ പോയിട്ട് ഇവിടെ പാറൊക്കെ എത്തിയിട്ടുണ്ടേ. അതായത് ഈ കുഴീൻ്റെ എല്ലാം അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കുഴിയും വെള്ളമെല്ലാം ഉണ്ട്. ഇത് ഞാൻ സൂം ചെയ്തത് കൊണ്ടാണേ എന്താ ഇത്രയും ദൂരത്തെ ഇല്ലതിപ്പോൾ. എന്താ അങ്ങ് അവിടെ ഇല്ലത്. അപ്പം നമുക്ക് ഇതിലേ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോവേ. നല്ല പൊരി വെയിലാണ്. അങ്ങനെ ഞാനെന്താ ഇറങ്ങിയതാ ഇത്ര ഇറങ്ങിയ കാട് എൻ്റെ മേലിനാണ് വന്നത്. നേരെ പോകാൻ വേണ്ടി പോകുന്നത് ആ വള്ളൂരിലെ കുഴീൻ്റെ അടുത്തേക്കാണേ. നമ്മളിങ്ങനെ ഈ എന്താന്ന് പറയേണ്ടത് ഇടക്കിടക്ക് ഇതുപോലെ നാട്ടിൻ്റെ ഒരു ഫീലെല്ലാം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു നടത്താൻ നമുക്ക് പതിവാണേ. അങ്ങനെ അങ്ങ് മുകളിൽ നിന്ന് ഇറങ്ങി ഞാനിവിടെ എത്തി. പോയിന്നാ തോന്നുന്നത്. നല്ല തെളിഞ്ഞ ആകാശമാണേ. അല്ല എന്ത് നല്ല നീല കളറിൽ ആകാശമാണ് ഇപ്പോൾ, നല്ല ക്ലിയർ.
ഒരു ശരിക്കും ഒരു നാട്ടും പ്രദേശത്തിൻ്റെ ഒരു ഓർമ്മ. നമ്മളെ നാടും വീടും എന്താണ്ടല്ലേ പാറ. എൻ്റെ വൈപ്പുറത്തെ പാറയിൽ എനിക്ക് ഓർമ്മ വരുന്നു ഈ പാറ കാണുമ്പോൾ. ആ കോളേജ് പോകുന്നതും വരുന്നതും ഇല്ല വഴിയും. അതെയാ, ആ ശരി തന്നെ. അല്ല എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ കറുപ്പ് കളർ ഉണ്ടാവില്ലേ? എവറസ്റ്റ് കീഴടക്കിന്ന് മറ്റേ കുന്നിൻ്റെ മേലെ നേരത്തെ കയറി നിന്നതാകും. ഇവിടുന്ന് താഴോട്ട് ഇതാ പണ, നമ്മുടെ നാട്ടിലെ പണേനെ പോലെ അല്ലേ, കല്ലിൻ്റെ കുഴി. ഇത്രയും ഹൈറ്റിലാണ് നമ്മളില്ലത്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ വ്യത്യസ്തമായ ഇത് കാണാം. അതായത് ചാലുണ്ട്, ബംഗ്ലാവ് ഉണ്ട്, ബിൽഡിങ്, ഫ്ലാറ്റ് അങ്ങനത്തതുണ്ട്. ഈ ഏരിയയിൽ മൊത്തം പല ടൈപ്പ് ഇതാ. ഇതിലെ കൂടെ റെയിൽവേ ട്രാക്കൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പുറത്ത് മൊത്തം നല്ല കുന്ന്, വലിയ ഹിൽ സ്റ്റേഷനാണ് അങ്ങോട്ടെല്ലാം. ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്റ്റേഷനൊക്കെ വരുന്നുണ്ട്. ലോക്കൽ ട്രെയിൻ മുംബൈയിലേക്ക് പോകുന്ന അപ്പുറത്ത് ഈ ബസ് പോലെ കാണുന്നില്ലേ കുറേ? ഇതെല്ലാം ചാലുകളാണ് കേട്ടോ. ബസ്സല്ല, ട്രെയിൻ വെച്ച പോലെ അല്ലേ. ഇതാ ഇതെല്ലാം ചാലുകളാണ്. ചാലുകൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ക്വാർട്ടേഴ്സ്. ക്വാർട്ടേഴ്സ്, കോളനി എന്നെല്ലാം പോലത്തെ ചെറിയ ചെറിയതാണ് ഈ ട്രെയിൻ പോലെ കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ടല്ലേ കുറേ ദൂരത്തായിട്ട് വലിയ വലിയ ബിൽഡിങ്ങുകളാണെങ്കിലും അതും ഉണ്ട്. ഈ പൂവിൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷെ ഇത് കാണാൻ നല്ല രസമുണ്ട്. കാട്ടിലിങ്ങനെ കുറേ ഉണ്ട്. ഇത് കണ്ടില്ലേ, കുറേ ഉണ്ട് ആ പൂ. കാറ്റത്ത് ഇങ്ങനെ ആടിക്കളിക്കുമ്പോൾ നല്ല രസമുണ്ട്. ഈ പോകുന്നതോ തിരിച്ചു പോകുന്നില്ലേ? ഈ നാരിക്കാടിനെ കൊണ്ടൊരു മരുന്നുണ്ടാക്കലുണ്ട്, അറിയില്ലേ? കാലിങ്ങനെ മഴക്കാലത്ത് വളം കടിക്കൂലേ, അതിനിങ്ങനെ ഇതിന്റെ കറ. അതെങ്ങനെ ആക്കല് കാണിച്ചാൽ ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും. ഇതിങ്ങനെ പറിക്കും, ഇതിങ്ങനെ പറിച്ചു എന്നിട്ട് ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇതിന്റെ നീരെടുക്കും. ഇങ്ങനെ ആക്കിയിട്ട് കറ പറ്റും എൻ്റെ കൈക്കല്. ഇങ്ങനെ എടുക്കും നീര്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ നീര് ഞാനിപ്പോ അധികം ആക്കുന്നില്ല, എൻ്റെ കൈക്കല്ലിന്റെ ഇത് വരും. ഇത് ഈ നീരെടുത്തിട്ട് കാല് ഇങ്ങനെ മഴയത്തെല്ലാം പോയി ഇങ്ങനെ വളം കടിക്കുന്ന പറയുന്നത്. അതിന് വെച്ചിട്ട് എൻ്റെ കറ പിടിപ്പിച്ചാല് വളം കടി പെട്ടെന്ന് മാറും അല്ലേ? മാറിക്കിട്ടും. ഇത് നമ്മളെ നാട്ടിൽ ഇങ്ങനെ നാരിക്കാട് എന്നാ അറിയാലേ. നിങ്ങളെല്ലാം നാട്ടിൽ എന്താ പേര് പറയലെന്ന് അറിയില്ല. നല്ല മണാണ് ഇതിൻ്റെ, നല്ലൊരു മരുന്നിൻ്റെ നല്ല മണന്. പൊട്ടിക്കുമ്പോൾ തന്നെ കണ്ടില്ല സൗണ്ട്, ചീരത്തണ്ടെല്ലാം പൊട്ടിക്കുന്ന പോലത്തെ മണം അല്ലേ? നല്ല മണാണിത്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് വേറെ സാധനങ്ങൾക്ക് അവിടെ വെച്ച് കാണിച്ചു തരാം. അതുകൊണ്ടാ ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ കാട്. ഇതെല്ലാം നാട്ടിൽ നിന്ന് വിട്ടേ പിന്നെ ഞാൻ ഇപ്പം ആദ്യമായിട്ട് കാണുന്നത് എന്നിട്ടാ. അത് ആ മുകളിൽ നിന്നാണ് കേട്ടോ നമ്മളിപ്പോൾ ഇറങ്ങി വന്നിട്ട് തൈയിലെ കൂടെ ഇങ്ങനെ കുഴി വെള്ളം. അപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടല്ലോ തോട്ടവാഴേൻ്റെ ചെടിയുണ്ട്, നല്ല റെഡ് കളറ്, നല്ല ഭംഗിയുണ്ട്. മറ്റേ അമ്മ അത് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതാ പോകുന്നു. ഇതാ ഒരു ചെടിയും പറിച്ചിട്ട് വരുന്നുണ്ട്. ഇതാ തോട്ടവാഴേൻ്റെ ചെടി. ഞാൻ പണേൻ്റെ ഇടയിലേക്കൂടെ ഇറങ്ങിയിട്ട് ഇതാ തോട്ടവാഴേൻ്റെ ചെടിയും പറിച്ചിട്ടാണ് പോകുന്നിട്ടാ. ഇത് നമ്മളെ പണ്ടേ ഇല്ല സ്വഭാവമാണ്. ഏതെങ്കിലും വീട്ടിൻ്റെ മുമ്പിൽ തന്നെ ചെടി കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടുപോയി വീട്ടിൽ നടലായിരുന്നു എൻ്റെ ഒരു കാലത്തെ ഹോബി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ചെടിയൊന്നും നടാനില്ല സൗകര്യം വരേണ്ടത്. ചെറിയൊരു ബാൽക്കണിയിൽ ചട്ടിയിലല്ലേ നടാൻ പറ്റുള്ളൂ. എന്നാലും കണ്ടപ്പോൾ പറിക്കാൻ തോന്നിയേ. ഇതെല്ലാം റെയിൽവേ ട്രാക്കിന് വേണ്ടിയിട്ടുള്ള സാധനം കൊണ്ട് ഇറക്കിയതാണ്. അങ്ങോളുണ്ട്. ആയി നോക്കറ വെള്ളം പാർക്ക്. നല്ല പച്ച വെള്ളം. റെയിൽവേൻ്റെ ഇതുകൊണ്ടാ റെയിൽവേൻ്റെ ഇത് കൊണ്ടുവച്ചത്. നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനെ ട്രാക്ക് ഇങ്ങനെ കാണില്ലേ, ഇങ്ങനെ രണ്ടിനെ സൈഡിലുള്ള നടുക്ക് രണ്ട് കമ്പീനെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്ന സാധനം ഇത്. ഇത്രയും വലിയ സാധനം അത്. പക്ഷെ നമുക്ക് ട്രാക്ക് അല്ലേ കൂടെ അല്ല, ട്രാക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇത്ര വലുതാണെന്ന് തോന്നുന്നില്ല അല്ലേ? ഇതിപ്പോൾ വലിയതായിട്ട് തോന്നുന്നല്ലോ. കുറേ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് അമ്മ ഇതാ ഇങ്ങനെ ഇവിടെ എത്തി. അതെ ഇവിടെ തന്നെ തോന്നുന്നു പണ്ട് ഇരുന്നിന്. പോപ്കോൺ അല്ലേ?
നമ്മൾ ചാനൽ തുടങ്ങിയൊരു സമയത്ത് ഒരു വൈകുന്നേരം നമ്മൾ ഇതേപോലെ നടക്കാൻ വന്നിട്ട് കുറച്ച് പോപ്കോണെല്ലാം ഉണ്ടാക്കി എടുത്തിട്ട് വന്നിട്ട് ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിനെ. ആ സ്ഥലമാണ് കേട്ടോ ഇത് നമ്മളെ പുറകിൽ കാണുന്നത്. ഒരുപാട് മാറ്റം വന്നു ഇവിടെ. ഫുള്ള് മണ്ണിട്ട് നികത്തി വലിയ മറ്റേ റെയിൽവേ ട്രാക്കും ഒക്കെ വന്ന് വലിയ ഒരുപാട് മാറ്റം വന്നു. എന്നാൽ ഇന്ന് കാണുമ്പോൾ നല്ലൊരു ഓർമ്മ. അപ്പം നമ്മളെ ചാനൽ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. ചെറിയ ചാനലാണ്. അപ്പം നിങ്ങളുടെ ലൈക്കിനെല്ലാം അനുസരിച്ചിട്ട് നമ്മുടെ ചാനലിന് നല്ലൊരു പുരോഗതി ഉണ്ടാവുള്ളൂ. അത് അമ്മ അപ്പുറത്തുനിന്ന് പറഞ്ഞു നിങ്ങളെ വിലയേറിയ ലൈക്കിലാണ് നമ്മുടെ ചാനലിൻ്റെ ഭാവിയെന്ന്. പിന്നെ അത് കണക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനെല്ലാം ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. നല്ലതായാലും മോശമായാലും നിങ്ങളെ കമൻറ്റ് ഒന്ന് പറഞ്ഞ് അറിയിക്കണം കേട്ടോ. നമ്മുടെ ഇവിടുത്തെ നമ്മളിപ്പോൾ മുംബൈയിലാണ്. ഇവിടുത്തെ കുറേ ഇതുപോലത്തെ വേറിട്ട കാഴ്ചകളും പിന്നെ ഇവിടുത്തെ ഉത്സവങ്ങൾ പിന്നെ നമ്മളെ ഒരു ലൈഫ് സ്റ്റൈൽ ഇതൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഉണ്ടാവാറേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അമ്മ ഇവിടെ പോയി അമ്മേനെ നോക്കട്ടെ. ഇവിടുന്ന് എന്തോ പറിക്കുന്നുണ്ട് ഗൈസ്. മൊട്ടാമ്പിളിയാ എഴുന്നേട്ടീനി. ഓഹോ ഇത് എങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചിന് ഇത്ര ചെറുത്? ഒരു മൊട്ടാമ്പിളി ഉണ്ട് കേട്ടോ ഇനി. ഞാൻ പറിച്ചു മൂത്തിട്ടത്. എന്ത് രസല്ലേ. ചളി ചളി. നമ്മളെപ്പോലെ ഇങ്ങനത്തെ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ നടക്കാൻ ആഗ്രഹമില്ലവരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ശരിക്കും ഇനി മുംബൈയിലല്ല ഇനി ഏത് നാട്ടിൽ താമസിച്ചാലും ഇതുപോലെയുള്ള സ്ഥലങ്ങളും ഇങ്ങനത്തെ കുർത്തക്കേടും ഇങ്ങനത്തെ എല്ലാം ഇഷ്ടേ. പിന്നെ അങ്ങോട്ട് നിൽക്കണ്ടോ അല്ല ഞാൻ നേരത്തെ കാണിച്ചു. കണ്ട് ഇവർക്ക് ബോധിച്ചിട്ടുണ്ടോ. ഇവിടെ ആകുമ്പോൾ നമ്മളെ നാട്ടിലേതാ നാറിക്കാടുകളും കമ്മ്യൂണിസ്റ്റ് കാട് കുറെ എന്തൊക്കെയോ ഉണ്ട്. എരിക്ക് അതുമല്ല നാടിന്റെ ഒരു മണവും കാറ്റും. ഈ പൊരി വെയിലത്താണ് നമ്മൾ ഇതിലൂടെ നടക്കുന്നത്. ഇന്നലെ വരെ നല്ല മഴയുണ്ടായിനി. ഇന്നിപ്പോ നോക്കി വെയിൽ വന്നിട്ട് ഇങ്ങനെ പൊരിഞ്ഞു ഉണങ്ങലായി. നമ്മ ഇപ്പൊ ശരിക്കും ഭൂമി ഉരുണ്ടത് എന്ന് പറഞ്ഞാണൊക്കെ അങ്ങേ സൈഡിൽ നിന്ന് തുടങ്ങിയതാണ്. എന്നിട്ട് നമ്മ പോയത് ഇതിന്റെ വേറെ സൈഡിലേക്ക് അപ്പുറത്തെ സൈഡിലോട്ട് അങ്ങോട്ട് കാണിക്കുക. നേരെ ഇങ്ങോട്ട് വാ. ഞാൻ ഇപ്പുറത്ത് കാണിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒരു ടൈപ്പ് സ്ഥലം. ഇനിയിപ്പോൾ പോകാൻ പോകുന്നത് കുറേ ബിൽഡിംഗ് അല്ലേ വേറൊരു ഭാഗത്തേക്കാണ് പോകാൻ പോകുന്നത്. ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ കുറേ ഇങ്ങനെ പശുവിനൊക്കെ മേയാൻ വിട്ട പോലെ ഉണ്ട്. പക്ഷെ എല്ലാം കല്ലാന്ന്. ഇവിടെയും വീണ്ടും ഒരു കുളം. ഇത് ഇവിടെ ഇപ്പുറത്തും ഒരു കുളം. ചാണം വേണമായിരുന്നു. എൻ്റെ ആ പന്നീറിനിടായിരുന്നു. ഈ പാറ മൊത്തം നമ്മൾ ചുറ്റിയിടാ. ഇനിയും എന്തോ കാണിച്ചു തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവേന്നതാ. എന്തോ കാണിച്ചു തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവേന്ന്. എന്താണെന്ന് നോക്കിയിട്ട് വരട്ടെ. എന്താ ഇത് കാണിച്ചു തരാനാ കൊണ്ടുവന്നേന്? എന്താണ് ശരിക്കും നമ്മളെ നാട്ടിലത്തെ ചേമ്പ്. അതേമ്മ ഇത് നാട്ടിലത്തെ അത് തന്നെ. അതേ ഇലയും കാണിച്ച തണ്ട് കാണിക്കറാ. അതെ അതേ പോളിയല്ലേ. കാട്ടുതാളന്നല്ല. അതെ ഇതോ തോട്ടവാഴയാ? ഇത് തോട്ടവാഴ ചെടിയല്ലേ. വാഴയും ഉണ്ട്. അല്ല എന്നാലും ഇത് താളൽബു തന്നെ കേട്ടാ. ഇത് നമ്മളെ താളം തന്നെ. ഇത് കാട്ടുതാളൊന്നല്ല. ഇതാരോ പച്ചക്കറിന്റെ വേസ്റ്റ് എല്ലാം കൊണ്ട് ഇട്ടിട്ട് അതിൽ നിന്ന് വന്നതാന്ന് തോന്നുന്നു. ശരിക്കും ഇലക്ക് 15 രൂപയുള്ളൂ. പക്ഷെ
പോണെങ്കിൽ കുറച്ച് ദൂരം പോണ്ടേ. അതെ, അതുകൊണ്ടാണ്. ഇത് നോക്കറാ പെട്ടെന്ന് നാട്ടിലെത്തിയ പോലെ അല്ലേ. ഏതായാലും വന്ന സ്ഥിതിക്ക് കുറച്ച് ഇല പറിക്കാം, നമുക്ക് ഇലയടി ഉണ്ടാക്കാല. ശരിക്കും ഇതെല്ലാം ഒരു അനുഭവം തന്നെ അല്ലേ. നാട്ടിൽ നിന്ന് പറിക്കുന്ന കണക്കത്തെ ഒരു ഫീലില്ലേ ഇപ്പം. നമ്മളിങ്ങനെ ഫ്ലാറ്റിൽ തന്നെ അടച്ചുപൂട്ടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒന്നും കിട്ടൂല, കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നും. നമ്മളെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. വണ്ടി തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക്, നമ്മളിങ്ങനെ നടന്നിട്ടും പോവും. കറങ്ങാൻ പോയാലും നമ്മൾ അങ്ങനെ തന്നെ, ഒരു പ്രത്യേക സ്ഥലം ലക്ഷ്യം വെച്ചിട്ട് ഇങ്ങനെ പോകുന്നില്ല. നമ്മൾ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോകും. എന്നിട്ട് വണ്ടി ഏതെങ്കിലും നമുക്ക് ഒരു നല്ല സ്ഥലം തോന്നിക്കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇതുപോലെ കുന്നോ മലയോ അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ നടന്നിട്ട് കാണും. നമ്മൾ ശരിക്കും ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം ഇങ്ങനെ ലക്ഷ്യം വെച്ചിട്ട് ഇങ്ങനെ കറങ്ങാൻ പോകുന്നതിനെക്കാട്ടും നല്ല സ്ഥലം ചിലപ്പം കിട്ടിയാലും നമ്മൾ ഇങ്ങനെ നടന്നിട്ട് പോകുമ്പോഴായിരിക്കും. ആ ഇതിലൊക്കെ ആ കുളത്തിലതാ മറ്റേ നീർക്കാക്കയെല്ലാം കുളിക്കുന്നു അപ്പുറത്തില്ലേ. നമുക്ക് അത് ഇവിടുന്ന് കിട്ടുമോ സൂം ചെയ്താൽ? അതാണ്ടാ നീർക്കാക്ക. അതാ വിലടി 2, 3. ഈ അമ്മ ഇത് മറ്റേ കല്ല് വാഴേൻ്റെ അല്ലാന്ന് തോന്നിട്ടോ, നമ്മളെ നാടൻ വാഴേൻ്റെ അല്ലേ എന്നെ തോന്നുന്നു. നാടൻ വാഴേൻ്റെ അല്ല, നാടൻ വാഴേൻ്റെ അല്ലയാണ്, കല്ലുവാഴയല്ല. അതെ, നല്ല സോഫ്റ്റ് ആയിട്ടില്ലത്. അതെ അതെ. എന്നാ കൊലവത്താനും വരാം. എന്താ ചെയ്ത് ആൾക്കാരില്ലാത്ത സ്ഥലല്ലേ. ഇതാണ് ആ കാട്. ഇപ്പം നമ്മ ഇല പറിച്ച കാട്. കാട് എന്നല്ല, ഇതാ തന്നെ ആരോ പച്ചക്കറിയോ എന്തോ കൊണ്ടിട്ടിട്ട് ഇത് വിട്ടു പോവാൻ മനസ്സില്ല. വേണ്ട പോണ്ട പോ, വേണ്ട വാ വാ. നിലയില്ല കൈസ്. അവരെല്ലാം കൂടെ കിട്ടുമെന്ന് വെച്ചിട്ട് പോയതാണേ. പേടിയാവുന്നു പിന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട്. വല്ല കുഴിയങ്ങാനാണെങ്കിൽ പിന്നെ താണു പോകും. വേണ്ട വേണ്ട. നാളെ വാർത്ത വരും, യൂട്യൂബർ പാറമടയിൽ മുങ്ങി മരിച്ചു. സൈഡിലെത്തി റോഡ്മേൽ തന്നെ പോവാ നല്ലത്. കാട്ടുതാള് പറഞ്ഞ സാധനം അതിന്റെ അടുക്കോട്ട് പോകുന്നു. വെള്ളം ഒഴുകിയപ്പോ നല്ല ഓവുചാലുണ്ടാക്കുന്നതാണ് കേട്ടാ. ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഓവുചാലുണ്ടാക്കും വെള്ളം പോകാൻ വേണ്ടിയിട്ട്. ഇതാ ഇതുപോലെ ചാലിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് പറക്കി വെച്ചിട്ടില്ല, മുകളിലുണ്ട് അത്ര. ഫുള്ള് പണി നടക്കുകയാണ് ഈ ഒരു ഏരിയയിലെ. നാട്ടിൽ നിന്ന് പണ്ട് കണ്ട മറ്റേ ഇത് വെള്ളമടിക്കുന്ന പമ്പില്ലേ. അങ്ങനെ ഇതാ ഇന്നത്തെ യാത്ര ഞങ്ങളിവിടെ അവസാനിപ്പിച്ചോട്ടെ. അമ്മ താമസിക്കുന്ന ബിൽഡിംഗ് ആണിത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും തണുത്തതെന്തെങ്കിലും കുടിക്കണം കേട്ടോ. കാരണം പൊരി വെയിലത്തായിരുന്നു ഇന്നത്തെ യാത്ര. ഒരുപാട് നടന്നു. ഇന്ന് ഞങ്ങൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിൻ്റെ അടുത്ത് നടന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് അനുഭവങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് എന്താ പറയുക നല്ല സന്തോഷത്തോടെ കിട്ടുകയും ചെയ്തു. ഇനിയിപ്പം 24ാമത്തെ ഫ്ലോറിലാണ് അമ്മേൻ്റെ ഫ്ലാറ്റ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു പോവും നമ്മുടെ ബിൽഡിങ്ങിലേക്ക് കേട്ടോ. ഇവിടുന്ന് ഒരു അരമണിക്കൂർ ദൂരമുണ്ട് എനിക്ക് അങ്ങോട്ടേക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അമ്മേൻ്റെ ഫ്ലാറ്റിലെത്തിയിട്ട് കാണാം. ചാസ് വാങ്ങിയിട്ടുണ്ട് തണുത്ത. അപ്പോൾ അതൊന്ന് കുടിച്ചിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ വീട്ടിലേക്ക് പോകട്ടാ. നമ്മ പൊരി വെയിലത്ത് നടന്ന് തളർന്ന് വരുന്നിട്ട് ഇതാ നല്ല തണുത്ത മോരുമ്പഴം കുടിക്കണേ. കുടിച്ചോ. നല്ല മസാല ചാസാണ്. ഇഞ്ചിയും പുതിനയും അതൊക്കെ ഇട്ടത്. എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പോൾ നടന്ന് തളർന്ന് വന്നിട്ട് തണുത്ത മോരുമ്പഴം കുടിക്കൽ പറഞ്ഞാൽ നല്ല ഈ പണ്ടത്തെ ഇല്ലത്തെ നമ്പൂരിമാരെല്ലാം സംഭാരം കുടിക്കല്ലേ, അതുപോലെയാണേ. എനിക്കുള്ളത് ഇവിടെ കപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഏട്ടൻ നമ്മളെ കൂട്ടാൻ വരുന്നുണ്ട് പറഞ്ഞു. എന്നാൽ ഇതിലാക്കിയിട്ട് കുറച്ച് കൊടുത്തൊക്കെ വെച്ചിട്ടാണ്. ഇതിപ്പം വെള്ളം വാങ്ങിയ ബോട്ടിലാണ് കേട്ടോ. ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും നമ്മൾ വീണ്ടും യൂസ് ചെയ്യാൻ പാടില്ല, മോശമാണ്. പക്ഷെ ഇതിപ്പം നമ്മൾ വെള്ളം വാങ്ങിയ ബോട്ടിലാണ്. ജസ്റ്റ് ഈ മോരുമ്പെള്ളം ഒരു 10 മിനിറ്റിനുള്ളിൽ ആൾക്ക് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ബോട്ടിൽ കളയുകയും ചെയ്യും കേട്ടോ. അല്ലാണ്ട് ഇങ്ങനത്തെ ബോട്ടിലൊന്നും നമ്മൾ കുറേ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കരുത്.
ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊന്നും അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കരുത്. ഇതിപ്പം നമ്മൾ കൊടുക്കാൻ വേണ്ടി എടുത്തത്. ഇനിയിപ്പം ഞാൻ കുടിക്കട്ടെ, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങണം, താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ മോരും വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോവാന്ന് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോക്കൊക്കെ ഒരു ലൈക്കും പിന്നെ സബ്സ്ക്രൈബും.